ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ 21 ദിവസ ചലഞ്ചിലെ മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമോഷണൽ ട്രിഗേഴ്സിനെ കുറിച്ചാണ്. ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇമോഷണൽ ട്രിഗർ എന്ന് നമുക്ക് നോക്കാം. ചില സമയങ്ങളിൽ നമുക്ക് അകാരണമായി ദേഷ്യം വരാറില്ലേ? മക്കളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ബഹളം വെച്ചാൽ തന്നെ നമുക്ക് അതിനേക്കാൾ ഉപരി ദേഷ്യം വരും അല്ലേ? അകാരണമായിട്ട് പേടി വരും. ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ തമാശ പറഞ്ഞാൽ പോലും നമുക്ക് വല്ലാണ്ട് ഹേർട്ടാകും. പിന്നീട് നമ്മൾ വിചാരിക്കുക, അയ്യോ ഞാൻ എന്തിനായിരുന്നു ഇത്രയും ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്രയും ഹേർട്ട് ചെയ്യത്തക്ക രീതിയിൽ അവരൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്നിട്ട് ഞാൻ എന്തേ അങ്ങനെ എനിക്ക് സംഭവിച്ചതെന്ന് പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യും. പക്ഷെ ആ മൊമെൻറ്റിൽ നമ്മൾ വല്ലാണ്ട് അതിനെ റിയാക്ട് ചെയ്യും അതിനെതിരെ. അപ്പോൾ ഇതിനെയാണ് ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കോമൺ ട്രിഗേഴ്സ്, ഇമോഷണൽ ട്രിഗേഴ്സ് പ്രധാനമായിട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇമോഷണൽ ട്രിഗേഴ്സിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇമോഷണലി നമ്മൾ മെച്യൂർ ആകുക എന്ന് പറയുന്നത് നമുക്ക് ട്രിഗേഴ്സ് വരാതിരിക്കുക എന്നുള്ളതല്ല. ഈ ട്രിഗറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവയെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ഇമോഷണൽ മെച്യൂരിറ്റി കുറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണ് എന്നുള്ളത്. ശരിക്കും ഈ ട്രിഗേഴ്സ് നമുക്ക് വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ആ സമയത്തെ ഒരു അനുഭവം കൊണ്ടല്ല, നമ്മളുടെ പഴയ ഹീലാകാത്ത പഴയ മെമ്മറീസിൻ്റെ ഒരു ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് ഹേർട്ടാകുന്നത്. അതായത് നമ്മൾക്ക് പണ്ട് വന്നിട്ടുള്ള ഫിയർ, പണ്ട് വന്നിട്ടുള്ള റിജക്ഷൻസ്, അതെല്ലാം നമ്മളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവായിട്ട് കിടക്കുന്നുണ്ടാകും. ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ ബോധ മനസ്സിന് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളുടെ ഉപബോധ മനസ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ ഉപബോധ മനസ്സിന്, നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ ബില്യൺസിനേക്കാളും അധികം സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ സെല്ലിലും നമ്മുടെ സാധാരണ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതിനെക്കാട്ടിയും സ്പേസ്, മെമ്മറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മെമ്മറീസ് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു വോയിസോ, ചിലപ്പോൾ ഒരു സിറ്റുവേഷനോ, ചിലപ്പോൾ ഒരു ഫോട്ടോയോ ഒക്കെ നമ്മളെ പെട്ടെന്ന് നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കും. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഒരു പെൺകുട്ടി സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു സമയത്ത് അവളുടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് ആ മുറിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ പെൺകുട്ടിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഈ കുട്ടി ഇമോഷണലി വല്ലാണ്ട് ട്രിഗറായിട്ട് ബഹളം വയ്ക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ പാട്ടല്ല അവളെ അബ്യൂസ് ചെയ്തത്, പക്ഷേ ആ സിറ്റുവേഷൻ, ആ ഒരു മെമ്മറി അവളെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ പാട്ട് കേൾക്കുമ്പോൾ അവൾക്ക് പിന്നും ആ ഒരു ഫീലിങ്സ് വരുന്നത്, ആ ഓർമ്മ അവളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ വേറൊരു കഥയുണ്ട്. ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യപ്പെട്ടു. പക്ഷെ അവിടെ വന്നിട്ടും ഇയാൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇയാൾക്ക് ഷിവറിങ് വരും, തലവേദന വരും, ഇയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത, കുളിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത വരും. അങ്ങനെ ഇയാൾ ഒരു കൗൺസിലിങ്ങിന് പോയി ഡോക്ടർ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയപ്പോഴാണ് ഇയാൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ സോപ്പ് ഉപയോഗിച്ചാണ് ഇവിടെയും കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മെമ്മറിയാണ്, ആ ഒരു സ്മെല്ലാണ് ഇയാളെ ട്രിഗർ ചെയ്തത്. അപ്പം നമ്മളെ ശരിക്കും നമുക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട് നമ്മൾ ട്രിഗർ ആകുന്നു എന്നുള്ളത്. ഈ ഓർമ്മകൾ, ഈ സ്മെല്ല്, ഈ ശബ്ദങ്ങൾ, ഇതെല്ലാം നമ്മളെ ട്രിഗർ ചെയ്യുന്നതിനാണ് ഇമോഷണൽ ട്രിഗർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന്
എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട് പ്രതികരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ 2 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആകുക. 2 മിനിറ്റ് സൈലൻ്റ് ആയതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ബോഡിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. ഷിവറിങ് വരുന്നുണ്ടോ, ചെസ്റ്റിൽ വല്ലാത്ത കനം തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് തൊണ്ടയിലൊരു എന്താ പറയുക ഡ്രൈനെസ് തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മുടെ ബോഡി കുറച്ച് മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടോ. ഇതെല്ലാമാണ് ഈ ഇമോഷണൽ ട്രിഗർ നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി കാണിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തരം ഫീലിങ്സ് ആണ് വരുന്നതെന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫിയർ ആണോ ആ സമയത്ത് വരുന്നത്, ഗിൽറ്റി ഫീലിംഗ് ആണോ, അതേ നിങ്ങൾക്ക് എന്ത് തരം ഫീലിംഗ് ആണ്, ഇതിന് ഓരോ ഇമോഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെന്ത് തരമാണെന്ന് തിരിച്ചറിയുക. 2 മിനിറ്റ് സൈലൻ്റ് ആയിരിക്കുക. ഇതിന് പേര് കൊടുക്കുക. ഓക്കെ, എനിക്ക് ഹേർട്ടായി, എനിക്ക് ഫിയറായി, എനിക്ക് ഗിൽറ്റായി, എനിക്ക് ജലസായി, അസൂയ തോന്നി എന്നുള്ള ഓരോന്നും പേര് കൊടുക്കുക. എന്നതിന് ശേഷം കാമായതിന് ശേഷം മാത്രം ആ സിറ്റുവേഷനിൽ പ്രതികരിക്കുക. കാമായതിന് ശേഷം മൈൻഡും ബോഡിയും നല്ലവണ്ണം കാമായതിന് ശേഷം മാത്രം ആ സിറ്റുവേഷനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമോഷണൽ ട്രിഗറിനെ നേരിടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്കിത് ആദ്യമായിട്ട് വരുന്നതാണോ. നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതുക. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ച് ഓർക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതേ സിറ്റുവേഷൻ ചൈൽഡ്ഹുഡിൽ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ഇങ്ങനെ ഓർത്തെടുത്ത് ആ ഒരു ഇമോഷനെ പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ ഹീൽ ചെയ്യുക. നമുക്ക് ചൈൽഡ്ഹുഡിൽ വരുന്ന ട്രോമകളാണ് ഇത്തരം ഇമോഷണൽ ട്രിഗേഴ്സിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നെങ്കിൽ നമ്മൾ ആ ഓർമ്മകളെ ചെകഞ്ഞ് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുത്ത് നമ്മൾ അതിനെ ഹീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഇമോഷണൽ ട്രിഗേഴ്സിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇമോഷണൽ ട്രിഗേഴ്സിനെ നമ്മൾ നേരിടുക. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട 5 ഇമോഷണൽ ട്രിഗേഴ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് എഴുതുക, അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പം നമുക്ക് നാളെ അടുത്ത ചലഞ്ചുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.